സ്പേസ് സേവിംഗ് മെയിൻ്റെനൻസ് വർക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ കിച്ചൺ ക്യാബിനറ്റിൽ ഈ വാഷിംഗ് ഏരിയയിൽ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആൻഡ് ഡിഷ് വാഷ് ഹോൾഡർ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണം, അതിൻ്റെ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കബോർഡൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താണ് നമുക്ക് നോക്കിയാലോ, ആ പ്രോഡക്റ്റിലേക്ക് നമുക്ക് നോക്കാം. ഇതാണ് പ്ലേറ്റ് ആൻഡ് ഡിഷ് വാഷിൻ്റെ ഹോൾഡറാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ കണ്ടാലോ, കണ്ടിട്ട് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ 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 अब फ्रेंड्स अपनी का നമ്മൾ സംഭവങ്ങളായിട്ട് ഈ സംഭവം കണ്ട നമുക്ക് ഇതിന്റെ സെറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി നമ്മൾ നേരത്തെ ഷോപ്പിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഇത് ജസ്റ്റ് പിടിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണത്, ഇത് വളരെ നല്ല രസമാണ് കേട്ടോ മെറ്റീരിയൽ. ഈ സംഭവം കണ്ട മെറ്റീരിയൽ അല്ല അടിപൊളിയാണ് സംഭവം. അതുപോലെ തന്നെ വേണ്ട ഈ സംഭവം ഇതിനകത്തൊരു ഡ്രേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രേ ഉണ്ട്, വെള്ളം വീണ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വീണ് നമുക്ക് ഇതിനകത്ത് വെള്ളം എടുത്തിട്ട് നമുക്ക് നേരെ ഇതിനകത്തേക്ക് ഒഴിച്ച് കളയാൻ പറ്റും. അപ്പോൾ ആ സാധനമാണ്, ഇത്ര സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യണം നമുക്ക് നോക്കിയാലോ. ഇതാണ് എൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ. ഇരിക്കുന്ന അളവിലൊക്കെ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതാണ് എൻ്റെ അളവുകൾ. ഈ അളവനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ സെറ്റ് ചെയ്യുന്ന രീതികൾ, അതിൻ്റെ ബോക്സ് സെറ്റ് ചെയ്യുന്ന അളവുകൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഇതാണ് എൻ്റെ പ്ലേറ്റ് വെക്കാനുള്ള സംഭവം. ഇതാണ് നമുക്ക് പ്ലേറ്റ് വെക്കാനുള്ള സംഭവം. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ എങ്ങനെ ചെയ്യണം, ഇത് ഓൾറെഡി നമ്മുടെ വർക്ക്ഷോപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അത് കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ വേണം. ഈ ഹോൾ കണ്ടോ, ഈ രണ്ട് ഹോൾ നമ്മളിവിടെ തുറച്ചിട്ടുണ്ട്. ഇവിടെ ഹോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് കണ്ടത് ഈ സാധനം ഇതങ്ങനെ സ്പ്രിങ് ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ നെക്കിയിട്ട് അതിനകത്ത് ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി. അതുപോലെ തന്നെ രണ്ട് സൈഡും ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെയാണ് ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. ഇതാണ് ആദ്യം ഈ ഹോളിലോട്ട് ഇടുന്നു, ഇത് സെറ്റാക്കുന്നു. സെറ്റായി, അടിപൊളി. വേണ്ട പ്ലേറ്റ് വെക്കാനുള്ള സംഭവമായി. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്ലേറ്റ് ഇതൊക്കെ ഡിഷൊക്കെ വെക്കാൻ വേണ്ടി സെറ്റപ്പ് ആയി, അടിപൊളി. ഇനി അടുത്ത സംഭവം ഇത് ഈ ഡ്രൈ വെക്കാൻ പറയാം. ഇതിനകത്ത് നമുക്ക് പ്രത്യേകത എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറ്റും. പാത്രം കഴുകി വെക്കുന്നതെല്ലാം നമുക്ക് ഇതിനകത്ത് എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പം അത് സിസ്റ്റമാണ്. സംഭവം സെറ്റായി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ രണ്ട് സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വെക്കാനുള്ളത് ഈ ഡ്രൈ ആണ്. ഈ ഡ്രൈ എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കിയാലോ. ഈ രണ്ട് സ്ഥലത്ത് ഒരു ചെറിയ ഗാഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് ഇത് ഇവിടെ വയ്ക്കുക, ഇത് സെറ്റ് ചെയ്യുക. ഇത്രയുള്ള സംഭവം. ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ നമുക്ക് വലിക്കാം. ഇതിങ്ങനെ വലിച്ചിട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് കളയാം. അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് ഇവിടെ വയ്ക്കാം. അപ്പോൾ നമുക്ക് പാത്രം കഴുകിയാൽ സുഖമായിട്ട് എടുത്ത് വയ്ക്കുകയും ചെയ്യാം. വെള്ളമൊക്കെ താഴോട്ട് ചിരിയായിട്ട് വീഴുകയും അതെടുത്ത് നമുക്ക് പുറത്ത് കളയുകയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനകത്തുള്ള പ്ലേറ്റ് ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കിച്ചൺ ക്യാബിനറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളെ ഞങ്ങളുടെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിലേക്ക് നിങ്ങൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടിയൊക്കെ തരാം. അവർക്ക് എന്താ ചെയ്യേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്, ബൈ.